ഹായ് ഫ്രണ്ട്സ്, ഇത് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഉണക്കച്ചെമ്മീൻ ചമ്മന്തി എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാനിവിടെ നല്ല കട്ടിയുള്ളൊരു ചീനച്ചട്ടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ചട്ടി നന്നായി ചൂടായി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ഒരു 8-10 വറ്റൽമുളക് ഇട്ട് കൊടുത്തിട്ട് ഈ മുളക് നന്നായി ഒന്ന് ചൂടാക്കിയെടുക്കാം. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതിയാവും. അതിനുശേഷം നന്നായി ഇളക്കി കൊടുത്തിട്ട് മുളകൊന്ന് ചൂടാക്കിയെടുക്കാം. ഇപ്പോൾ മുളക് ഇവിടെ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിത് ചീനച്ചട്ടിയിൽ നിന്ന് എടുക്കാം. പിന്നെ ഞാനിതിലേക്ക് 1/2 കപ്പ് ഉണക്കച്ചെമ്മീൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഉണക്കച്ചെമ്മീൻ നന്നായി കഴുകി വെള്ളമെല്ലാം വാർത്തെടുത്തിട്ടുള്ള ചെമ്മീനാണ്. അപ്പോൾ അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായി ഒന്ന് വറുത്തെടുക്കാം. ഓയിലൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. നമുക്കിത് നന്നായി ഒന്ന് ഇളക്കി കൊടുത്തിട്ട് വറുത്തെടുക്കാം. ഇപ്പോൾ ചെമ്മീൻ നന്നായി വറുത്ത് വന്നിട്ടുണ്ട്. നമുക്കിത് ചീനച്ചട്ടിയിൽ നിന്ന് എടുക്കാം. ഇനി നമുക്ക് മിക്സിയുടെ ചെറിയ ജാറൊന്ന് എടുക്കാം. അതിലേക്ക് നമുക്ക് നേരത്തെ ചൂടാക്കി വെച്ചിട്ടുള്ള മുളക് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് വറുത്ത് വെച്ചിട്ടുള്ള ചെമ്മീനും കൂടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം ആദ്യം ഇത് രണ്ടും കൂടി നന്നായി ഒന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ മുളകും ചെമ്മീനും നന്നായി പൊടിഞ്ഞ് വരേണ്ട ആവശ്യമില്ല. ഇതുപോലെ ഒന്ന് പൊടിഞ്ഞ് വന്നാൽ മതിയാവും. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്കൊരു 10 ചുവന്നുള്ളി ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് ഇത്രയും പോകുന്നുള്ളൊരു വാളംപുളി ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 4-5 കറിവേപ്പില ഇട്ട് കൊടുക്കാം. പിന്നെ 1/2 കപ്പ് നാളികേരം ചിരകിയതും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഞാനിതിലേക്ക് ചമ്മന്തിക്ക് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടി 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷനിലാണ്, ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇത് നന്നായി ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. ഇത് നിങ്ങൾക്ക് അരയ്ക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ മാത്രം കുറച്ചൊന്ന് വെള്ളം തെളിച്ച് കൊടുത്താൽ മതിയാവും. ഇപ്പോൾ ഇവിടെ നന്നായി അരഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ അരഞ്ഞു വന്നാൽ മതിയാവും. ഇനി ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിത് വറക്കുമ്പോൾ ഒന്നും വെളിച്ചെണ്ണ ചേർത്തിട്ടില്ലല്ലോ, അതുകൊണ്ട് ഈ ഒരു സമയത്ത് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഉപ്പ് കുറവുണ്ടെങ്കിൽ ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ഉണക്കച്ചെമ്മീൻ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു ടീസ്പൂൺ ഉണ്ടെങ്കിൽ നമുക്കൊരു കിണ്ണം ചോറുണ്ണാം. അത്രയ്ക്കും ടേസ്റ്റാണ്. നല്ല മണവും നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളിതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തന്നെ കമൻസ് ആയിട്ട് അറിയിക്കണം. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി വേറൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.